ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇഗ്നോ അസൈൻമെൻറ്റ് റിസൾട്ടിനെ കുറിച്ചാണ്. അസൈൻമെൻറ്റ് പാസ്സാവാനായിട്ട് എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം, റിസൾട്ട് എപ്പോഴാണ് വരുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. 2 പ്രാവശ്യമായിട്ടാണ് നമുക്ക് ഇഗ്നോയിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത്. ഒന്ന് ജൂലൈ സെഷനിൽ അഡ്മിഷൻ എടുത്തവർക്കും, മറ്റൊന്ന് ഇനി ജനുവരി സെഷനിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർക്കും. ജൂലൈ സെഷനിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് വെക്കാനുള്ളത് ഡിസംബറിൽ വരുന്ന എക്സാമിന് മുമ്പായിരിക്കും. അതായത് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയിരിക്കും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത്. അതല്ല നിങ്ങൾ ഇനി ജനുവരി സെഷനിലേക്കാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നതെങ്കിൽ ജൂണിലായിരിക്കും അതിൻ്റെ എക്സാം വരിക. അപ്പോൾ അതിനും 1-2 മാസം മുൻപായിരിക്കും ആ ടൈമിലേക്കുള്ള അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത്. അപ്പോൾ അസൈൻമെന്റ് എഴുതുന്നതിന് മുമ്പ് തന്നെ അത് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് വെക്കുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലായിരിക്കും. അപ്പോൾ ആ സ്റ്റഡി സെന്റർ വാല്യൂഷനും കഴിഞ്ഞ് മാർക്ക് റീജിയണൽ സെന്ററിൽ അയച്ചു കൊടുത്ത് റീജിയണൽ സെന്റർ അത് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റാറ്റസും മാർക്കും ഒക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ സ്റ്റഡി സെന്ററും വാല്യൂ ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മുടെ അസൈൻമെന്റിന്റെ റിസൾട്ട് വരുന്നത്. അതിനനുസരിച്ച് ഓരോരുത്തരുടെ മാർക്ക് അപ്ഡേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നോർമലി പറയുവാണെങ്കിൽ ഒരു 3 മാസം ടൈം എടുക്കാറുണ്ട് മിനിമം. മാക്സിമം ചിലപ്പോൾ അത് ഒരു 1 ഇയർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിനനുസരിച്ച് ഈ അസൈൻമെന്റിന്റെ സ്റ്റാറ്റസ് കാണാനും മാർക്ക് വരാനും അത്യാവശ്യം ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം ഒരു 3 മാസമെങ്കിലും വെയിറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ 4 സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു 5 സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് ആണ് വെച്ചതെങ്കിൽ റിസൾട്ട് വരുന്നത് ചിലപ്പോൾ ഓരോ സബ്ജക്റ്റിന്റെ വെച്ചായിരിക്കും. അതായത് ഒരുമിച്ചായിരിക്കത്തില്ല നിങ്ങൾ വെച്ച അസൈൻമെന്റ് റിസൾട്ടുകൾ വരുന്നത്. അതും കുറേശ്ശെയായിട്ട് ടൈം എടുത്തിട്ടായിരിക്കും അപ്ഡേറ്റ് ആവുന്നത്. ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ടും നിങ്ങളുടെ മാർക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ അസൈൻമെന്റ് മിസ്സായതുകൊണ്ടായിരിക്കും നിങ്ങളുടെ മാർക്ക് അപ്ഡേറ്റ് ആവാത്തത്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസൈൻമെന്റ് വെക്കുമ്പോൾ ആ ടൈമിൽ നമുക്കൊരു അക്നോളജ്മെന്റ് സ്ലിപ്പ് കിട്ടും, അത് സൂക്ഷിച്ചു വെക്കണം എന്ന്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതായത് അവർ നിങ്ങളുടെ അസൈൻമെന്റ് മിസ്സിംഗ് ആണെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രൂഫായിട്ട് ആ സ്ലിപ്പ് കാണിക്കാൻ പറ്റും. അപ്പോൾ അത് എപ്പോഴും കയ്യിൽ കരുതുക. അതായത് നിങ്ങളുടെ അസൈൻമെന്റ് റിസൾട്ട് വരുന്നത് വരെയെങ്കിലും നിങ്ങളത് കയ്യിൽ കരുതുക. നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ അതിന് മാർക്ക് അപ്ഡേറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങളത് കളയുക. അപ്പോൾ നോർമലി 3 മാസം മുതൽ 1 ഇയർ വരെ അസൈൻമെന്റിന്റെ റിസൾട്ട് അപ്ഡേറ്റ് ആവാനായിട്ടുള്ള ടൈം എടുക്കും. 1 ഇയർ ആയിട്ടും അപ്ഡേറ്റ് ആയില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ടോ റീജിയണൽ സെന്ററുമായിട്ടോ കോൺടാക്ട് ചെയ്യുക. ഇനി എങ്ങനെയാണ് അസൈൻമെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് അതിൽ അസൈൻമെന്റ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ അസൈൻമെന്റ് പ്രോജക്റ്റ് പ്രാക്ടിക്കൽ സബ്മിഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ആക്കുക. എന്നിട്ട് അവിടെ എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക. പ്രോഗ്രാം അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കും. ഇനി നിങ്ങളുടെ മാർക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല എങ്കിൽ എൻറോൾമെന്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്നൊക്കെ ആവും കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മാർക്ക് അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഗ്നോ ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് ഇഗ്നോ പൾസ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്